Dear students, in the previous session we have started the competitive equilibrium under differential cost conditions. We have already discussed the short run case as well as the long run equilibrium case with respect to this differential cost conditions. And today's session deals with three cases with regard to this differential cost situation, that is constant, increasing and decreasing cost industries. So there are three cases. First is constant cost industries. We have to find out the long run supply curve with regard to a constant cost industry. Second, increasing cost industry. So what is the long run supply curve with regard to increasing cost industries? And the third is decreasing cost industries, and what is the, or we have to find out the supply curve, long run supply curve with respect to a decreasing cost industry. So this session deals with these three cases with regard to differential cost conditions. So let us move to the first case, constant cost industries. So in the long run, all factors of production and all costs are variable. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ലോങ് റൺ കേസ്, ലോങ് റൺ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ, ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ വേരിയബിൾ ഫാക്ടർ ഇസ് ദെയർ. കോസ്റ്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫേം ബിസിനസ്സിൽ റിമെയിൻ ചെയ്യണമെങ്കിൽ ലോങ് റണ്ണിൽ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ഗ്രേറ്റർ ദാൻ ടോട്ടൽ കോസ്റ്റ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ടോട്ടൽ കോസ്റ്റ് നോട് ഈക്വൽ ആയിട്ട് ടോട്ടൽ റവന്യൂ എത്തിക്കാനെങ്കിലും പറ്റിയാൽ മാത്രമേ ഒരു ഫേമിന് ലോങ് റണ്ണിൽ റിമെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. And the best or optimum level of a perfectly competitive firm is given by the point MR is equal to MC is equal to price, or price MR MC should be equal to each other. Also the long run marginal curve is rising. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കൊരു ബെസ്റ്റ് ഔട്ട്പുട്ട് ഓർ ഒപ്റ്റിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഇസ് ഇൻ റൈസിങ് സിറ്റുവേഷൻ. സോ അങ്ങനെ ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ ദ ഫേം ഇസ് മേക്കിംഗ് എ പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ന്യൂ ഫേംസ് വിൽ എൻ്റർ ദി മാർക്കറ്റ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ന്യൂ ഫേംസ് വരുമ്പോൾ വീണ്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എൻട്രി ഓഫ് ന്യൂ ഫേംസിൻ്റെ ആഫ്റ്റർ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ എപ്പോൾ ഈ പ്രോഫിറ്റ് കമ്പോണൻറ്റ് പോവുകയും നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ പുതിയ ഫേംസ് എൻട്രി ചെയ്തുകൊണ്ട് ഇരിക്കും. സോ ഫസ്റ്റ് ലെറ്റ് us ഡീൽ വിത്ത് ദ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രീനെ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയണമെങ്കിൽ അവിടെ ഫാക്ടർ പ്രൈസസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ഫാക്ടർ ഡിമാൻഡ്. അപ്പോൾ ഫാക്ടർ പ്രൈസും ഫാക്ടർ ഡിമാൻഡും ഇൻഡിപെൻഡൻ്റ് ഓഫ് ഈച്ച് അതർ. അങ്ങനെ വരുന്ന സിറ്റുവേഷനാണ് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കോസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓർ വെൻ ദ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്തു, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ദ ഇൻക്രീസ് ഇൻ ഫാക്ടർ പ്രൈസസ്, ഓർ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എൻറ്റൈലിംഗ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഫാക്ടർ പ്രൈസ്. അപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അനുപാതികമായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസിൽ വ്യത്യാസം വരാതെ നിൽക്കുന്ന അവസ്ഥ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ, അവിടെയാണ് നമ്മൾ ഇൻഡസ്ട്രി സെഡ് ടു ബി എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. സോ രണ്ട് ഫിഗർ ഉണ്ട്. ഫസ്റ്റ് ഷോസ് ദ സിറ്റുവേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി. ഇതൊരു ടിപ്പിക്കൽ ഒരു ഫേമിൻ്റെ മാത്രമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് സെക്കൻഡ് ഫിഗർ കാണിക്കുന്നത്. സോ ദിസ് ഈസ് ദ, ആൻഡ് ദിസ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ഇസ് ദ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. So let us study this graph in detail. So suppose industry is in equilibrium at point P. ഈ ഒരു പോയിന്റ് പിയിലാണ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ വരുന്നത് നമുക്ക് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഇനി ഇത് D1 ആണ് നമ്മുടെ ഡിമാൻഡ് കർവ്, ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് D1 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സപ്ലൈ കർവ് ഇത് S1. ഓക്കെ, ഇനി ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് OP1 പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത്, ദെൻ പ്രൈസ് കർവ്. അപ്പോൾ അതിനോട്
OP1 is the equilibrium price. അതിനോട് ആനുപാതികമായിട്ടുള്ള നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് OQ1. സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആവുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. OP1 ഇക്വിലിബ്രിയം പ്രൈസും OQ1 ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒരു ഫേമിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ മാർജിനൽ കോസ്റ്റും പ്രൈസും ആവറേജ് കോസ്റ്റും എല്ലാം ഈക്വൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു ഫസ്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, നൗ സപ്പോസ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്സ് ടു DD2. പുതിയൊരു ഡിമാൻഡ് കർവിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ്. ഓക്കെ, അപ്പം അതെന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പം കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് കൂടും, അല്ലെങ്കിൽ പോപ്പുലേഷൻ റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടിയാലും ഡിമാൻഡ് കൂടും അല്ലെ, പോപ്പുലേഷനിലുള്ള വർധനവായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് കാരണങ്ങളും വരാം. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദ ന്യൂ ഡിമാൻഡ് കർവ് ഈസ് ദിസ് വൺ. D2 is the new demand curve. അപ്പോൾ അതിൻ്റെ ഈ D2 ഡിമാൻഡ് കർവിനോട് ആനുപാതികമായിട്ട് നോക്കുവാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഈ ഒരു ദ ഇൻക്രീസ് ഇൻ പ്രൈസ് കോസ് ആൻഡ് ഇൻക്രീസ് ഇൻ സപ്ലൈ. അപ്പം നമ്മൾ ടിപ്പിക്കൽ ഒരു ഫേമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡിമാൻഡ് കൂടിയപ്പോൾ അതിനോടനുബന്ധിച്ച് പ്രൈസ് ഓൾസോ ഇൻക്രീസസ് ടു OP2. കറസ്പോണ്ടിംഗ്ലി OMൽ നിന്നും ON ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പം ഇവിടെ ഇതാണ് പോയിന്റ്. ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ഇതായിരുന്നു. ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്തു, അതനുസരിച്ച് നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. സോ നമ്മുടെ ഇതാണ് നമ്മുടെ റവന്യൂ കർവ്. മാർജിനൽ കോസ്റ്റ് കർവ് ഇതായിരുന്നു. അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് കർവ് ആദ്യം മീറ്റ് ചെയ്തത് ഈ പോയിന്റിൽ, വീണ്ടും പുതിയ പ്രൈസിൽ വന്നപ്പം നമ്മുടെ ഡിമാൻഡ് കർവ് MR കർവും മാർജിനൽ കോസ്റ്റ് കർവ് ഇവിടെ മീറ്റ് ചെയ്തു. സോ ദിസ് ഇസ് ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ON ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പ്രൈസ് P2, OP2. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫേംസ് അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുവാണ്. ഷോർട്ട് റൺ കേസാണ് നമ്മൾ നോക്കുന്നത്. അവിടെ അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക. കാരണം എന്താണ്? പ്രൈസ് P1ൽ നിന്ന് OP2 പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തു. സോ ദ അബ്നോർമൽ പ്രോഫിറ്റ് ലീഡ്സ് ടു ന്യൂ ഫേംസ്. അബ്നോർമൽ പ്രോഫിറ്റ് വരുമ്പം സ്വാഭാവികമായിട്ടും പുതിയ ഫേംസിനെ അട്രാക്ട് ചെയ്യും. എൻട്രി ഓഫ് ന്യൂ ഫേംസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പുതിയ ഫേംസ് വരുമ്പോൾ അവർക്കും പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവർക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണമെന്ന് അവരുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഫാക്ടർ പ്രൈസസ് ഡു നോട്ട് ഇൻക്രീസ്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, സപ്ലൈ കൂടുന്നതനുസരിച്ച് ഫാക്ടർ പ്രൈസ് കൂടാതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഫാക്ടർ പ്രൈസിൽ മാറ്റം വരാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഒരു കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സപ്ലൈ കൂടി, കാരണം പുതിയ ഫേംസ് വന്നപ്പോൾ സപ്ലൈ കൂടി, പക്ഷേ പ്രൈസിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫാക്ടർ പ്രൈസസ് കൂടിയില്ല. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നേരത്തെ പുതിയ ഫേംസിൻ്റെയും പഴയ ഫേംസിൻ്റെയും എല്ലാം പ്രീവിയസ് ലെവൽ, അവിടെ വ്യത്യാസമൊന്നുമില്ല. കാരണം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നേരത്തെ കിട്ടിയ അതേ വിലയിൽ തന്നെ ഇപ്പോഴും കിട്ടും. അപ്പോൾ പുതിയ ഫേംസിനും പഴയ ഫേംസിനും എല്ലാം ഒരേ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. പക്ഷേ പുതിയ ഫേംസ് വരുന്നതനുസരിച്ച് മാർക്കറ്റിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മുടെ നേരത്തെ സപ്ലൈ കർവ് SS1ൽ നിന്നും ഈ ഒരു SS2യിലോട്ട് പോകും. സോ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഈ ഒരു SS2യിലോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും നോക്കിക്കേ. നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ് ഇതാണ് നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ്. SS2 ആണ് പുതിയ സപ്ലൈ കർവ്. സോ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. അതായത് പ്രൈസ് പതുക്കെ താഴോട്ട് വരും. സോ ദിസ് ഇസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ നേരത്തെ Pയിൽ നിന്നും P ആയിരുന്നു നേരത്തെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇത് P'. ഓക്കെ, അപ്പോൾ ലോങ് റണ്ണിൽ മാർക്കറ്റ് പ്രൈസ് ഇതാണ്. P' ആണ് പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ OP2 ആയിരുന്നത് തിരിച്ച് OP1 പ്രൈസും, കാരണം ഇതല്ല ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് OP1 പ്രൈസും OQ2 ക്വാണ്ടിറ്റിയും അവിടെ വരുന്നു. കാരണം ഇൻഡസ്ട്രി പുതിയ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് പോയി. ഡ്യൂ ടു ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ് കൊണ്ട് ഫാക്ടർ പ്രൈസസിൽ വ്യത്യാസമൊന്നും വരുന്നുമില്ല. Obviously, we can find out the long run supply curve. It is a constant or it is a horizontal straight line. So this is the long run supply curve. ഈ ഒരു രണ്ട് ഇക്വിലിബ്രിയം കൂടെ ജോയിൻ ചെയ്ത് ഇതായിരുന്നു നമ്മുടെ ഓക്കെ
പി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇക്വിലിബ്രിയം, ഫസ്റ്റ് ഇക്വിലിബ്രിയം പോയിന്റ്. അതിൽ നിന്ന് നമ്മൾ പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ലോങ് റൺ സപ്ലൈ കർവ്. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ്. സോ ദിസ് ഇസ് ദ സപ്ലൈ കർവ് വിത്ത് റിഗാർഡ് ടു എ കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. Hope you got it. Now we can move to increasing cost industry. So increasing cost industry യുടെ condition നമുക്ക് നോക്കാം. If factor prices rise as more firms enter a perfectly competitive industry in long run and industry output is expanded, then we have increasing cost industry. അതായത് ഫാക്ടർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ അതേ സിറ്റുവേഷൻ തന്നെ, പുതിയ ഫേംസ് വരുന്നു, സപ്ലൈ ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു, അതിനോട് ആനുപാതികമായിട്ട് നമ്മുടെ ഫാക്ടർ പ്രൈസസും ഇൻക്രീസ് ചെയ്യുവാണ് അല്ലെങ്കിൽ വ്യത്യാസം വരുവാണെങ്കിൽ അതിനെയാണ് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് ലോങ് റൺ സപ്ലൈ കർവ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്ഡ്. ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ലോങ് റൺ സപ്ലൈ കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ പോസിറ്റീവ്ലി സ്ലോപ്പ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് പ്രൈസും ഇൻക്രീസ് ചെയ്യും, ഫാക്ടർ പ്രൈസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ രണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഫിഗർ ഓഫ് ലോങ് റൺ സപ്ലൈ കർവ്. ഇത് കണ്ടോ, ഇതാണ് ലോങ് റൺ സപ്ലൈ കർവ്. ഒരു പോസിറ്റീവ് സ്ലോപ്പാണ്. പ്രൈസ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് പ്രൈസിലും വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ പ്രൈസും ഇൻക്രീസ് ചെയ്യുന്നു. സോ ലെറ്റ് us look upon this figure in detail. ഓക്കെ, ഈ ഒരു രണ്ട് ഫിഗർ വെച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഡെറിവേഷൻ നോക്കാം. ഒറിജിനൽ ഡിമാൻഡ് കർവ് നേരത്തെ പോലെ തന്നെ DD1, സപ്ലൈ കർവ് ഇത് SS1. ദിസ് DD1 ആണ് ഡിമാൻഡ് കർവ്, SS1 ആണ് സപ്ലൈ കർവ്. ഇക്വിലിബ്രിയം പോയിന്റ് അപ്പോൾ ഏതാണ്? ഇത് ഈ എ ആണിത്. എ എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം പോയിന്റ്, കാരണം ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്നത്. ഇനി ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് പറയാം ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്തു. പുതിയ ഡിമാൻഡ് കർവ് DD2. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പം അതിനോട് ആനുപാതികമായിട്ട് പ്രൈസ് ഇവിടെ നേരത്തെ OP1 ആയിരുന്നു. സോ OP3 ഇൻക്രീസ് ചെയ്തു, കാരണം സപ്ലൈയിൽ വ്യത്യാസം വരുത്തുന്നില്ല. ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈസ് ഇങ്ങോട്ട് പോയി OP3 പ്രൈസായിട്ട് ഇൻക്രീസ് ചെയ്തു. Now, with the increase in price, demand curve shifts upwards to AR3 equal to MR3. അതായത് ഒരു ഫേമിൻ്റെ കേസാണ് ഇവിടെ കറസ്പോണ്ടിംഗ്ലി പറയുന്നത്. അപ്പോൾ ഇതാണ് പുതിയ ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ അതിനോട് ആനുപാതികമായിട്ട് OP3 ആണ് പുതിയ പ്രൈസ്, ദാറ്റ് ഈസ് AR3 ഈക്വൽ ടു MR3. ഈ ഒരു പ്രൈസ് സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തി. ഇവിടെ എന്താണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണ് എൻജോയ് ചെയ്യുന്നത്, കാരണം ഇത്രയും OP1 പ്രൈസിൽ നിന്നും OP3 പ്രൈസാണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് അട്രാക്ട്സ് ന്യൂ ഫേംസ്. പുതിയ ഫേംസ് പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫാക്ടേഴ്സ് ഓഫ് ഇൻപുട്ടിനോടുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ സപ്ലൈ ഓഫ് ഇൻപുട്ട് ഈസ് അസ്യൂം ടു ബി ലെസ് ദാൻ ഇൻഫിനിറ്റ്ലി ഇലാസ്റ്റിക്. ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ് കോസസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് പ്രൈസ്. അപ്പോൾ ഡിമാൻഡ് കൂടി പ്രൈസ് കൂടി, അതനുസരിച്ച് പുതിയ ഫേംസ് എൻട്രി ചെയ്തു. പുതിയ ഫേംസ് വന്നപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ ഫേംസ് വന്നു. അപ്പോൾ ഈ ഒരു പുതിയ ഫേംസ് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ദിസ് ഇൻപുട്ട് പ്രൈസ് ഇസ് ഇൻക്രീസിങ്. അപ്പോൾ സപ്ലൈ കൂടുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്തു. കോൺസിക്വൻ്റ്ലി കോസ്റ്റ് കർവ്, ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലായാലും കോസ്റ്റ് കർവ് നേരത്തേത് LAC1 ഇതായിരുന്നു ആദ്യത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ നിന്ന് നമ്മുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. എങ്ങനെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ വില കൂടി. നേരത്തെ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഫാക്ടേഴ്സ് ഒരു 100 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇപ്പോൾ അത് 200-250 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തു, കാരണം അത്രമാത്രം ഡിമാൻഡ് അവിടെ വന്നു. അപ്പോൾ നമ്മുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രി സപ്ലൈ ഓൾസോ ഇൻക്രീസസ് ഇൻ ഓർഡർ ടു so the market supply curve, this industry supply curve also increases to SS2. നേരത്തെ ഇതായിരുന്നു അല്ലേ, നമ്മൾ ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. പിന്നെ ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്തു,
അപ്പോൾ അതിനോട് അപ്പോൾ അങ്ങനെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് വന്നു. കോസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ നമ്മുടെ സപ്ലൈ കർവ് ഇൻക്രീസ് ചെയ്തു. ദിസ് ഇസ് ദ ന്യൂ സപ്ലൈ കർവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഈ ഒരു ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കും പുതിയൊരു റീ അഡ്ജസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ വന്നു. ഇക്വിലിബ്രിയം പോയിന്റ്, ഇത് സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആവുന്ന പോയിന്റ് ഇതാണ് സി. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ കുറച്ച് നാളെ നിന്നുള്ളൂ, പെട്ടെന്ന് തന്നെ തിരിച്ച് സി എന്ന് പറഞ്ഞ ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റിൽ വന്നു. ആൻഡ് ദെയർ ദ പ്രൈസ് ബിക്കം OP2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ന്യൂ മാർക്കറ്റ് പ്രൈസ് OP2 ഇസ് ഡിറ്റർമൈൻഡ്. That is the firm shifts to a new equilibrium point E2. ഓക്കെ, ഫേമിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ ഒരു പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് വന്നു. നേരത്തെ ലോങ് ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡസ്ട്രി ഈ ഒരു പോയിന്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഏതായിരുന്നു? ഇതായിരുന്നു അല്ലേ, ഡിമാൻഡും സപ്ലൈയും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു, അതനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ പുതിയ ഫേംസ് വന്നു. പുതിയ ഫേംസ് വന്നപ്പോൾ കോസ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടി. അതനുസരിച്ച് പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ്, ഇവിടെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ അറ്റൈൻ ചെയ്തത്. അതായത് സപ്ലൈ കർവും ഇൻക്രീസ് ചെയ്തു. സോ OP2 ഇസ് ദ ന്യൂ പ്രൈസ് ലെവൽ വെയർ ബോത്ത് ഇൻഡസ്ട്രി ആൻഡ് ഫേംസ് ആർ ഇൻ equilibrium. So what happened? The new equilibrium price OP2 യുടെ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിക്കേ OQ2 ക്വാണ്ടിറ്റി സപ്ലൈ ഒക്കെ എന്താണ് ഇൻക്രീസ് ചെയ്തു. OQ1 നിന്ന് OQ2 പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. പ്രൈസും OP1 നിന്ന് OP2 ഇൻക്രീസ് ചെയ്തു. സോ ദിസ് ഇസ് ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ്, ദിസ് ഇസ് ദ ഓൾഡ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ നേരത്തെ പോലെ നമ്മൾ രണ്ട് ഇക്വിലിബ്രിയം പോയിന്റും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ പോസിറ്റീവ്ലി സ്ലോപ്ഡ് upward sloping or upward rising long run supply curve. So this is the case of a increasing cost industry. Long run supply curve of an increasing cost industry is positively sloped. Now we are going to see the decreasing cost industry. ഇപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് പുതിയ ഫേംസ് അല്ലെങ്കിൽ വരുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ഫാക്ടർ പ്രൈസ് ഫോൾ ചെയ്യുന്നൊരവസ്ഥ, ഡിക്രീസ് ചെയ്യുന്നൊരവസ്ഥ, അതിനെയാണ് ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഹിയർ ദ ഇൻഡസ്ട്രി ലോങ് റൺ സപ്ലൈ കർവ് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് പ്രൈസ് കുറഞ്ഞു വരാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ കാണുന്നത്. നെഗറ്റീവ് റിലേഷനാണ്. സോ നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ ഫിഗർ ഡെപിക്റ്റിംഗ് ദ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി and this one is the long run supply curve with regard to a decreasing cost industry. നമുക്കത് ഓരോ കേസ് നോക്കാം. So initially equilibrium point is at A. This is the equilibrium point. അതായത് ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഈ SS1 എന്നുള്ളതാണ് നമ്മുടെ സപ്ലൈ കർവ്. ഈ പുതിയ A എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്. OP2 ആണ് അവിടുത്തെ ഇക്വിലിബ്രിയം പ്രൈസ്. OQ1 ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഡിമാൻഡ് ഷിഫ്റ്റ്സ് ടു DD2, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് റണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ഇൻക്രീസ് ചെയ്യും. സപ്ലൈയിൽ വലിയ വ്യത്യാസം വരില്ല. ഷോർട്ട് റണ്ണിൽ എപ്പോഴും സപ്ലൈ ഫിക്സഡ് ആണ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. സോ സഡൻലി ദ പ്രൈസ് ഇൻക്രീസസ് ഫ്രം OP1 ടു OP3. അപ്പോൾ നമ്മുടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു മേക്ക് അബ്നോർമൽ പ്രോഫിറ്റ്. കാരണം OP1 നിന്ന് OP3 പ്രൈസ് വളരെയധികം പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്തു. അവിടെ ഒരു അബ്നോർമൽ പ്രോഫിറ്റ് വരാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് അട്രാക്ട്സ് ന്യൂ ഫേംസ്. സോ അങ്ങനെ ന്യൂ ഫേംസ് വരുന്നതോടനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് ഫോർ ഇൻപുട്ട് നേരത്തെ പോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതൽ വേണം. പുതിയ ഫേംസ് വരുമ്പോൾ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതൽ വേണം. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓർ ഡിമാൻഡ് ഫോർ ഇൻപുട്സ് ഇൻക്രീസ് ചെയ്തു. സോ ഇഫ് ഇൻപുട്ട് ഇൻഡസ്ട്രീസ് ആർ എൻജോയിങ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ദ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഇൻപുട്സ് വുഡ് എൻകറേജ് ഇൻക്രീസ്ഡ് സപ്ലൈ ഓഫ് ഇൻപുട്സ്. അതായത് നമ്മുടെ ഇൻപുട്ട് ഇൻഡസ്ട്രി ഇൻപുട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് അവിടെ ഫാക്ടേഴ്സിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച്
there is an increasing returns to scale because of economies of scale. അവിടെ അവരൊരു ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഡിമാൻഡ്, ഒരു പരിധിയിൽ കൂടുതൽ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അവർ പ്രോഫിറ്റ് തന്നെ അറ്റൈൻ ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇക്കോണമീസ് ഓഫ് സ്കെയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഇൻക്രീസിങ് സപ്ലൈ ഓഫ് ഇൻപുട്ട് കോസസ് ഇൻപുട്ട് പ്രൈസ് ടു ഫോൾ. അപ്പോൾ സപ്ലൈ കൂടുന്നതനുസരിച്ച്, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നതനുസരിച്ച് ഇൻപുട്ടിൻ്റെ പ്രൈസ് അവർ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. കാരണം എക്കോണമീസ് ഓഫ് സ്കെയിൽ അവിടെ ഉണ്ട്. ഒരു എക്സ്റ്റേണൽ ഇക്കോണമീസ് ഓഫ് സ്കെയിലിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ ഒരു പരിധിയിൽ കൂടുതൽ കൂടുമ്പോൾ അവിടെ അതിൻ്റെ വില ഒരു കൂട്ടുകയില പതുക്കെ കുറയാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് LAC 1-ൽ നിന്നും LAC 2-ൽ നിന്നും LAC 1-ലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ നമുക്കത് നോക്കാം. ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ ഡ്യൂ ടു എൻട്രി ഓഫ് ന്യൂ ഫേംസ് ഇൻഡസ്ട്രി സപ്ലൈ കർവ് ഈ SS1-ലായിരുന്നു ആദ്യം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. SS1-ൽ നിന്നും SS2-ലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. D2 ആണ് നമ്മുടെ പുതിയ ഡിമാൻഡ് കർവ്, SS2 ആണ് പുതിയ സപ്ലൈ കർവ്. സോ ബോത്ത് ദിസ് മീറ്റ് ഹിയർ. സോ C ഈസ് ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ്. OQ1-ൽ നിന്നും OQ2 പ്രൊഡക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്തു. പ്രൈസ് OP2 ആയിരുന്നത് എന്താണ് OP1 ആയിട്ട് ഡിക്രീസ് ചെയ്തു. സോ ഈ ഒരു 2 ഇക്വിലിബ്രിയം പോയിന്റ്സും ജോയിൻ ചെയ്യുമ്പം വി വിൽ ഗെറ്റ് ദ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് ഫാക്ടർ പ്രൈസസ് കുറയുവാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് പ്രൈസ് ഡിക്രീസ് ചെയ്യും. സോ ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ അവിടെ വരും. ആൻഡ് ദിസ് ഇസ് ദ കേസ് ഓഫ് ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. സോ 3 രീതിയിൽ നമ്മൾ കാണണം. കോൺസ്റ്റന്റ് കോസ്റ്റ് ഇൻഡസ്ട്രീസിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് അവിടുത്തെ സപ്ലൈ കർവ്. ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, അതായത് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് പ്രൈസും കൂടും. ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ്, വിച്ച് മീൻസ് ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് പ്രൈസ് കുറയും. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം അണ്ടർ ഡിഫറെൻറ്റ് cost conditions with regard to a constant increasing and decreasing cost industry. Thank you.